ഷാബു പ്രസാദ്, താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? നിയമമാണ് നമ്മൾ സംസാരിക്കുന്നത്. നിയമം ഷുവർ സീറ്റ് എന്ന രീതിയിലാണ് ഇവിടെ തിരുവനന്തപുരത്ത് BJPയുടെ പ്രചാരണം കേട്ടോ. കാരണം അത് നിയമത്തിനപ്പുറമേ ഇപ്പോൾ അവർ ലക്ഷ്യമിടുന്നുള്ളൂ. അല്ല, നിയമം ജയിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഏകദേശം ഒരു 95% ഉറപ്പാണ്. കാര്യം ഈ 5% എപ്പോഴും നമ്മളതിൻ്റെ മാർജിൻ കൊടുക്കണമല്ലോ എന്നുള്ളതല്ലാതെ, അതായത് ഏറെക്കുറെ നിയമം ജയിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. പിന്നെ BJP എന്തായാലും ലക്ഷ്യമിടുന്നത് BJP ഞാനൊരു റിയാലിറ്റി നിന്ന് വിലയിരുത്തുമ്പോൾ 5-നും 10-നും ഇടയ്ക്ക് സീറ്റുകളിൽ BJP വിജയിക്കാൻ കേരളത്തിൽ എല്ലാ സാഹചര്യങ്ങളുമുണ്ട്, സാധ്യതകളുമുണ്ട്. അത് നിയമത്തിനപ്പുറത്തേക്ക്, നിയമം മാത്രമുള്ള ലക്ഷ്യമാക്കിയുള്ളതല്ലാതെ നിയമത്തിനപ്പുറത്തേക്ക് തന്നെ കാര്യങ്ങൾ പോകും. ആ ഒരു പറഞ്ഞില്ലേ, ഒരു കില്ലർ ഇൻസ്റ്റിങ്റ്റുമായിട്ടാണ് BJP നിൽക്കുന്നത്. കാര്യം ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇവിടെ പിന്നെ കേരള രാഷ്ട്രീയം പിന്നെ അതിന്റെ റൂട്ട് തീരുമാനിക്കുന്നത് BJP ആയിരിക്കും. ഒരു സംശയം വേണ്ട. അത് കേരളത്തിൽ ഇതുവരെ എൻ്റെ ഓർമ്മയിലങ്ങ് ഹങ് അസംബ്ലി ഉണ്ടായിട്ടില്ല. പക്ഷെ അതിലേക്കാണ് പോകുന്നത് കാര്യങ്ങൾ. അങ്ങനെ പോയാൽ അത് നമുക്ക് വളരെ, എന്തായാലും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കേരള രാഷ്ട്രീയത്തിലെ ഒരു വലിയ ഗെയിം ചേഞ്ചർ ആയിരിക്കും മഞ്ജുഷേ. അല്ല, കഴിഞ്ഞ തവണ അങ്ങനെ ആവുമെന്ന് കരുതിയിരുന്നു, പക്ഷെ നിയമം പോലും കിട്ടിയില്ല. ഇല്ല, അല്ല, അത് പറഞ്ഞ കഴിഞ്ഞു, അതല്ല പറഞ്ഞ കാര്യം. ഇത്തവണ നിങ്ങൾ നോക്കൂ, പൊതുവെ BJP നേതൃത്വത്തിന്റെയും സംഘടനയുടെയും ഒക്കെയുള്ള ടോട്ടൽ ഒരു ആറ്റിറ്റ്യൂഡ്, അതുപോലെ അവരുടെ ആ ഒരു ബോഡി ലാംഗ്വേജ്, ഇതെല്ലാം നോക്കൂ. വെറുതെ നിൽക്കുക, അസംബ്ലിയിൽ തെരഞ്ഞെടുപ്പിൽ നിൽക്കുക, എങ്ങനെങ്കിലുമൊക്കെ കുറച്ച് വോട്ടുകൾ കൂട്ടുക എന്നുള്ളതിനപ്പുറത്തേക്ക് ജയിക്കുക, അസംബ്ലിയിൽ ശക്തമായ രീതിയിൽ ഒരു പ്രസൻസ് ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയുണ്ട്. അത് അവരുടെ ടോട്ടൽ അടിമുടി അവരുടെ ബോഡി ലാംഗ്വേജിൽ നമുക്കത് കാണാൻ കഴിയും. ഈ കഴിഞ്ഞ ഇലക്ഷനിലും അത് തന്നെ, നമ്മുടെ പഞ്ചായത്ത് ഇലക്ഷനിലും അത് തന്നെയാണ് സംഭവിച്ചത്. നോക്കൂ, പഞ്ചായത്ത് ഇലക്ഷൻ്റെ റിയാലിറ്റി എന്താണ്? BJPയുടെ ടോട്ടൽ വോട്ട് പെർസെൻറ്റേജ് കുറഞ്ഞു, 2-3% കുറഞ്ഞു. ചെറിയ കുറവല്ല അത്. പക്ഷേ തിരുവനന്തപുരത്ത് ജയിച്ചു. എന്താണ് അത് നൽകുന്ന ഒരു മെസ്സേജ്? എന്താണത്? അതായത് ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ, ജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ, കഴിഞ്ഞ തവണ 2ാം സ്ഥാനത്ത് വന്നതും അല്ലെങ്കിൽ ഇങ്ങനെ കപ്പിനും ചുണ്ടിനും ഇടയിൽ കൈവിട്ടുപോയ ഇടങ്ങൾ പലയിടവും ഉണ്ട്. അവിടെ കംപ്ലീറ്റ് എല്ലാ ഫോക്കസും കൊടുത്ത് അവിടെ വർക്ക് ചെയ്യുക, ജയിക്കുക. ടോട്ടൽ വോട്ട് എത്രയെന്നുള്ള അതല്ല അവിടുത്തെ പ്രശ്നം. അതൊക്കെ ഈ പറഞ്ഞ പോലെ കുറച്ച് സ്ഥലങ്ങളിൽ ശരിയായി ഇങ്ങനെ ജയിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ അത് മറക്കും. അതല്ല അവിടുത്തെ വിഷയം. ആ ബേസ് അവിടെ ഉണ്ട്. ഇപ്പൊ നോക്കൂ, ഇവിടെ തന്നെ ഈ നമ്മുടെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ BJPയുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞു എങ്കിലും കേരളം ചർച്ച ചെയ്യുന്നത് എന്താണ്? തിരുവനന്തപുരത്തെ വിജയമാണ്. കേരളത്തിൽ ഇന്ന് 6 മുനിസിപ്പാലിറ്റി ഇല്ലേ മഞ്ജുഷേ? 6 ഈ 6-ൽ തിരുവനന്തപുരത്തെ അല്ലാത്ത വേറൊരു സ്ഥലത്തെ മേയറെയോ അവിടുത്തെ കാര്യങ്ങളെയോ ഒറ്റയടിക്ക് മഞ്ജുഷിന് പറയാൻ പറ്റുമോ? കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നത് ഇന്നലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തിരുവനന്തപുരത്തെ BJPയുടെ വിജയവും തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിജയവും ആ കോർപ്പറേഷന്റെയും രാജേഷിന്റെയും ഒക്കെ പെർഫോമൻസും എല്ലാം. ഞങ്ങൾ വിജയിച്ചാൽ എങ്ങനെയുണ്ടാകും, BJP വിജയിച്ചാൽ എങ്ങനെയുണ്ടാകും എന്നുള്ളതിന്റെ ഒരു സാമ്പിളാണ് തിരുവനന്തപുരം. അത് കാണിച്ച് അത് മുന്നിൽ നിർത്തിയാണ് ഇവിടെ പ്രചരണം നടക്കുന്നത്. കേരളത്തിൽ വിജയം, അതേപോലെ കേന്ദ്രത്തിൽ BJP വിജയിച്ചതിന്റെയും അതിന്റെ ആ പെർഫോമൻസ് ഇവരുടെ മുമ്പിലുണ്ട്, ജനങ്ങളുടെ മുമ്പിലുണ്ട്. ഇതെല്ലാം കൂടെ വെച്ചുകൊണ്ടുള്ള ഒരു 100% ഒരു പൊളിറ്റിക്കൽ എഞ്ചിനീയറിംഗ് പ്രൊഫഷണൽ ആയിട്ടുള്ള സമീപനത്തോടു കൂടിയാണ് ജനങ്ങളെ BJP സമീപിക്കുന്നത്. അതിന്റെ റിസൾട്ട് ഉണ്ടാകും. ശരി, ശ്രീ N. ശ്രീകുമാർ, അതുകൊണ്ടാണോ ഈ CPM BJP ഡീലുണ്ട് എന്നുള്ള കാര്യം കോൺഗ്രസ് വലിയ രീതിയിൽ അത് ഉറപ്പിച്ചു പറയുന്നത്? അതിലേക്കാണ് ഇപ്പോൾ നേതാക്കളുടെ പ്രതികരണങ്ങൾ പോകുന്നത്. VD സതീശനും KC വേണുഗോപാലും ഒക്കെ ശക്തമായിട്ട് ഉന്നയിക്കുന്ന കാര്യങ്ങളാണ്. അത് പാലക്കാട് BJPക്ക് അനുകൂലമായിട്ടുള്ളൊരു ഡീലാണെങ്കിൽ വേറെ 10ഓളം മണ്ഡലങ്ങളിൽ അവിടെ CPMനെ ജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഡീലാണെന്നാണ്. പക്ഷേ ഇതൊരു എന്താണ്, ഒരു ഭയം കൊണ്ടുണ്ടായ ഒരു കാര്യം, ഒരു മുൻകൂർ ജാമ്യമെടുക്കൽ എന്ന രീതിയിലാണ് വരുന്നത്. നേരത്തെയും ഉണ്ടായിരുന്നു ഈ ഡീൽ ആരോപണമൊക്കെ. നോക്കൂ ശ്രീ മഞ്ജുഷ, ഇതില്
ഒരു ഭയപ്പാടിന്റെ പ്രശ്നമില്ലല്ലോ. കാരണം കേരളത്തിലൊരു UDFന്റെ അനുകൂലമായ കാലാവസ്ഥ ഉണ്ടെന്ന് പൊതുവെ ഒന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്. ഇവിടെ ഷാബു പ്രസാദ് ഒരു തൂക്ക് സഭ വരുമെന്നൊക്കെ പറയുമ്പോൾ അത് അദ്ദേഹത്തിന്റെ BJPയോടുള്ള താല്പര്യമായിരിക്കും. 1965 ഇതുപോലെ വന്നിട്ടുണ്ട്, ആർക്കും ഭൂരിപക്ഷമില്ലാത്തൊരു നിയമസഭ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് അതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല. കാരണം ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പില് നമ്മള് ഓരോ മണ്ഡലത്തിലും ചില പ്രത്യേക സ്വഭാവമുണ്ട് മഞ്ജുഷേ. ഇപ്പൊ ഈ CPM BJP ഒരു ധാരണ എന്ന് പറയുന്നത് അത് ചില സാഹചര്യങ്ങൾ കണക്കാക്കിക്കൊണ്ടുള്ളതാണ്. അത് 2-3 കാര്യമായിട്ട് ഞാൻ പറയാം. ഒന്ന്, BJPക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ ഒരു വിജയാന്തരീക്ഷവും വോട്ടന്തരീക്ഷവും അതുപോലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് കിട്ടിയ ഒരു വോട്ട് വിഹിതമൊന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകില്ല. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.